സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ ജെ ആർ പത്മകുമാർ, കേരളത്തിൻ്റെ കാര്യത്തിൽ തിരിച്ചടിയാണെന്നാണ് സംസ്ഥാന ധനമന്ത്രി പറയുന്നത്. എന്താണ് മറുപടി? അദ്ദേഹം അങ്ങനെ എപ്പോഴും പറയുള്ളൂ. കാര്യം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഉദാഹരണത്തിന് എയിംസ് ഒന്നാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത് വന്ന സമയത്ത് പാർലമെൻറ്റിൽ നടന്ന ചർച്ച ഉണ്ടായ സമയത്ത് പറഞ്ഞതാണ്, നിങ്ങൾ അനുയോജ്യമായൊരു സ്ഥലം പ്രപ്പോസ് ചെയ്യാം. UDF ഗവൺമെൻറ്റാണ്, നിങ്ങൾ അനുയോജ്യമായ സ്ഥലം പ്രിഫർ ചെയ്യാമെങ്കിൽ എയിംസ് അനുവദിക്കാമെന്ന് പറഞ്ഞു. എന്താ സ്ഥിതി? ഒരു രീതിയിൽ 4 സ്ഥലം അന്ന് UDF ഓരോ നേതാക്കന്മാരും ഓരോ സ്ഥലം ഫിക്സ് ചെയ്ത് വിട്ടു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് ഇവിടെ എയിംസ് വേണം എന്നുള്ള നിലയിൽ ശ്രമം നടത്തിയില്ല. കുറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ഇവിടെ പെട്രോകെമിക്കൽ മന്ത്രി അനന്തകുമാർ വന്ന സമയത്ത് 4 പ്രോജക്റ്റാണ് ഈ പുതിയ പ്ലാസ്റ്റിക് പാർക്ക്, മോഡേൺ പ്ലാസ്റ്റിക് ടെക്നോളജി കോളേജ്, ഒരു ആയുർവേദ ഒരു പാർക്ക്, ഇത് എല്ലാം പ്രഖ്യാപിച്ചു. ഞാൻ ഉണ്ടായിരുന്ന ഇവിടെ വെച്ച് അതിനെ സംബന്ധിച്ചൊരു തുടർ ചർച്ചയോ ഒരു പ്ലാനോ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് നിങ്ങൾ അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ വരും. പിന്നെ മാത്രമല്ല, ഈ കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടാക്സ് ഡിസ്ട്രിബ്യൂഷനിൽ ഒരു വലിയ ഇത് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം റവന്യൂ ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 5 വർഷത്തേക്ക് വേണ്ടിയിട്ട് 9,549 കോടി രൂപ, അപ്പോൾ ഏകദേശം 2,000 കോടി രൂപ അടുപ്പിച്ച് ഒരു വർഷം ആ രീതിയിൽ കിട്ടും. പിന്നെ ഈ പൊതുവിൽ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഗുണം നമ്മുടെ സംസ്ഥാനത്തിനും കിട്ടും. അപ്പോൾ ഇത് വിള ഇൻഷുറൻസിന്റെ ഒക്കെ കാര്യത്തിൽ വലിയ ഉത്കണ്ഠയാണ്. അല്ല, അദ്ദേഹം പറഞ്ഞതിലൊരു പ്രശ്നമുണ്ട്. വിള ഇൻഷുറൻസിനെ സംബന്ധിച്ച് ഈ നമ്മളിപ്പോൾ വില ഇൻഷുറൻസിന്റെ കണക്ക് കഴിഞ്ഞ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രകാരം 13,240 കോടി രൂപയാണ് നമുക്ക് വിള ഇൻഷുറൻസ് ചിലവായത് കഴിഞ്ഞ വർഷം. ഇപ്പം നീക്കിയിരിപ്പ് വെച്ചിരിക്കുന്നത് 9,000 കോടി രൂപ, അതായത് ആക്ച്വലി 4,000 കോടി രൂപ കുറവ്. പക്ഷേ അതേസമയം ബഡ്ജറ്റിൽ പറയുന്നുണ്ട് ഫസൽ ബീമ യോജന 30% സ്ഥലങ്ങളിൽ എക്സ്റ്റെൻഡ് ചെയ്യും. എങ്ങനെ? ഇപ്പോൾ ഉള്ളതിന് തന്നെ 4,000 കോടി രൂപ കുറയുന്നു. ആ ഫസൽ ബീമ യോജന ഉൾപ്പെടെയുള്ള എല്ലാ ഇൻഷുറൻസ് സ്കീമും. മാത്രമല്ല സാർ, ഈ ഡിമോണിറ്റൈസേഷന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഗ്രാമീണ കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിൽ മാത്രമല്ല, ആ കാർഷിക മേഖലയിൽ കർഷകന് വില കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ UP-യിലും ബീഹാറിലൊക്കെ കണ്ടു, തക്കാളിയും പൊട്ടറ്റോയും ഒക്കെ വഴിയിൽ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞ് കോസ്റ്റ് കുറയ്ക്കാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഇപ്പോഴിത് അപ്രോച്ച് ചെയ്യൽ ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ വില സ്ഥിരത ഫണ്ട് നോക്കിയാൽ 100 കോടി രൂപ മാത്രമാണ് കൂടിയിരിക്കുന്നത്. ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത്. പക്ഷേ ഒരു എടുത്തു പറയേണ്ട കാര്യം, 14,000 കോടി രൂപ റൂറൽ ഡെവലപ്മെൻറ്റിന് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെ വരും? ഈ റൂറൽ ഡെവലപ്മെൻറ്റ് പണം പലപ്പോഴും ജനങ്ങളുടെ കയ്യിലെത്താതെ ആൾക്കാരുടെ അനാവശ്യമായിട്ടുള്ള നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറായിട്ടാണ് കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരുടെ കയ്യിലെത്തത്തില്ല. പക്ഷേ ഇതുപോലെ വിള ഇൻഷുറൻസും വിലസ്ഥിരതാ ഫണ്ടുകളും ഒക്കെ ആൾക്കാരുടെ കയ്യിലെത്തുകയും അത് റെമ്യൂണറേറ്റീവ് പ്രൈസ് ഉറപ്പാക്കുകയും ചെയ്യും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, സബ്സിഡീസ് നോക്കിയാൽ സബ്സിഡീസിൻ്റെ മേജർ കട്ടാണ്. അതിന് മുൻപ് ഇപ്പോൾ UP പോലെയുള്ള അല്ലെങ്കിൽ പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എടുക്കാവുന്നൊരു കരുതലുണ്ടല്ലോ, അതുപോലും എടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ധനമന്ത്രിക്ക് ഇപ്പോൾ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഈ ഫണ്ട്, അതായത് ഈ നേരത്തെ സൂചിപ്പിച്ചത് കറക്റ്റാണ്. ഫെബ്രുവരി ലാസ്റ്റ് അവതരിപ്പിക്കുമ്പോൾ, ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒക്ടോബർ വരെയുള്ള ഫിഗേഴ്സ് വെച്ച് അവതരിപ്പിക്കാറുണ്ട്. ഇപ്പം ഈ നവംബർ 8 പ്രശ്നം കൂടി വന്നുകൊണ്ട് സെപ്റ്റംബർ വരെയുള്ളതാണ് ആക്ച്വലായിട്ടുള്ള ഫിഗർ പ്രൊജക്റ്റ് ചെയ്തുള്ള ഒരു എസ്റ്റിമേറ്റ് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ഈ ഒറിജിനൽ ഫിഗേഴ്സ് അവൈലബിൾ ആകുമ്പോൾ ഇതിലെല്ലാം എസ്റ്റിമേറ്റ്. ഇപ്പം നമുക്കറിയാം, അടുത്ത വർഷത്തെ ബഡ്ജറ്റ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, റിവൈസ്ഡ് എസ്റ്റിമേറ്റുകളിൽ ഒരുപാട് മാറ്റം വന്നു ബഡ്ജറ്റിനേക്കാളും. കാരണം ഇതാണ് അൺസർട്ടനിറ്റി നിലനിൽക്കുകയാണ്. എങ്ങനെയാണ് പണം വരുന്നത്? പക്ഷേ ശ്രീ ഷൈജു മോൻ, ഇവിടെ തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്ന ഒരു സഹായഹസ്തം എന്ന വലിയ ഉത്തരവാദിത്വത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകണമല്ലോ. ഇപ്പോൾ 10 ലക്ഷം കോടിയുടെ കാർഷിക വായ്പാ ലക്ഷ്യം ബാങ്കുകൾക്ക് നൽകുന്നു. പക്ഷേ കാർഷിക വായ്പകൾ എഴുതിത്തള്ളുക എന്നൊരു സമീപനത്തിലേക്ക് പോകുന്നുമില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കാർഷിക വായ്പ ഇപ്പൊ എഴുതള്ളാൻ പ്രഖ്യാപിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് ഇലക്ഷൻ കമ്മീഷന്റെ വയലേഷൻ ആവും, അതൊരു പ്രീണിപ്പിക്കലാവും. രണ്ടാമത്തെ കാര്യം വെച്ചാൽ കാർഷിക വായ്പ ജനറൽ ആയിട്ട് എഴുതിത്തള്ളിനോട് എനിക്ക് യാതൊരുവിധ യോജിപ്പില്ല. കാരണം ലോങ് ടേം ഇത് ആരാ വായ്പ എടുത്ത് കാർഷിക വായ്പ ഒന്നും ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ 10 ലക്ഷം കോടി രൂപ എവിടെയാണ് പോകുന്നത്? 8.5 ലക്ഷം കോടി രൂപയായിരുന്നു. അപ്പം നമ്മുടെ അഗ്രികൾച്ചർ ഗോൾഡ് ലോണുകൾ നോക്കിക്കോളൂ, കാർഷിക എന്ന് പറഞ്ഞെടുക്കുന്ന ലോണുകൾ നോക്കിക്കോളൂ, കൂടുതൽ ലോണുകളും കാർഷികേതര ആവശ്യങ്ങൾക്കാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് കാർഷിക ആ ലോണുകൾ അങ്ങ് പറഞ്ഞ ഈ സബ്സിഡിയുടെ കാര്യത്തിലൊക്കെ ഈ ആധാറുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ അരുൺ ജെയ്റ്റ്ലി പേരെടുത്ത് തന്നെ പറയുകയുണ്ടായി നന്ദൻ നിലേക്കനിയുടെ, അല്ലേ?
അദ്ദേഹം ഉണ്ടാക്കിയ ഏറ്റവും വലിയ വിപ്ലവമാണതെന്ന്. അപ്പൊ ആധാറുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ടാർഗറ്റഡ് ഗ്രൂപ്പിന് തന്നെയാണോ സബ്സിഡി കിട്ടുന്നത് എന്നതിലേക്കൊക്കെ പോകാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും LPG-യുടെ കാര്യത്തിൽ സംഭവിച്ചില്ലേ, ഫെർട്ടിലൈസറിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നില്ലേ, ഇൻപുട്ട് അഗ്രികൾച്ചർ ഇൻപുട്സ് നോക്കില്ല. ചോദിക്കുന്നത് അപ്പൊ കാർഷിക വായ്പയുടെ കാര്യത്തിൽ സംഗതമാണല്ലോ. സംഭവമാണ് സംഭവം അത് ചെയ്യാൻ, പക്ഷേ ബ്ലാങ്കറ്റ് ആയിട്ട് എഴുതി തള്ളുന്നതിനോട് യോജിപ്പില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. ഒന്നും ഉണ്ടാകാതിരിക്കുന്നില്ല. അത് ഒരു ഗ്രൂപ്പിൽ ഇപ്പം നമുക്ക് പറയാം എന്താണ്, ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് എഴുതി തള്ളി കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എടുത്ത്, അതിന് പകരം കുറേ വായ്പകൾ ഏറ്റവും ലോവർ സെക്ടറിലുള്ള ആൾക്കാരുടെ നിന്ന് കുറച്ചാൽ അത് വലിയ ബാധ്യതയല്ല ഗവൺമെന്റ്. ഇപ്പോഴത്തെ ഗവൺമെന്റിന് ഒരുപാട് പണം വന്നിട്ടുണ്ട്. ഇനി അത് ചെയ്തില്ലെങ്കിൽ വിള ഇൻഷുറൻസ് ഉറപ്പാക്കും, മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുക. ഇതൊന്നും ചെയ്യുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷന്റെയും തിരിച്ചടി നേരിടും എന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണോ എന്നൊരു സംശയമുണ്ട്. അത് ഇനി ഫ്യൂച്ചറിൽ പ്രഖ്യാപിക്കാനിരിക്കട്ടെ. പക്ഷേ ഡോക്ടർ ഷൈജു മോൻ, കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരികൾ കേന്ദ്ര ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനോട്, ക്യാബിനറ്റ് സെക്രട്ടറിയോടാണെന്ന് തോന്നുന്നു, ക്യാബിനറ്റ് സെക്രട്ടറിയോട് ആശയവിനിമയം നടത്തുകയുണ്ടായി, രേഖാമൂലം ആശയവിനിമയം നടത്തുകയുണ്ടായി. നിങ്ങൾ ഇപ്പോൾ തന്നെ പല മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളും ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അനുമതിയോടെ വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ. അപ്പോൾ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാനിക്കുന്നില്ലെങ്കിൽ പിന്നെ ബജറ്റിൽ കുറെ കൂടെ കടന്നു പോകാം. ഈ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളെ ഒഴിവാക്കി നിർത്തിയാൽ മതിയാകും. അങ്ങനെ മുൻപ് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് പോലും വെക്കുന്നില്ല. അല്ല, അതാണ് ഒരു ലോങ് ടേം വിഷൻ വെക്കാമായിരുന്നു. പക്ഷേ എന്താണെന്ന് പറയാമോ, മിനിമം സപ്പോർട്ട് പ്രൈസും അല്ലെങ്കിൽ സിറിയൽ പ്രൈസസിനുള്ള കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്താൽ കൂടുതലായിട്ട് ബാധിക്കുന്നത് ഇപ്പോൾ UP പോലെയുള്ള സ്റ്റേറ്റുകളെയാണ്. അപ്പോൾ അത് അവരെ തന്നെ ടാർഗറ്റ് ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷത്തിന് പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ കാണുന്ന ഒരേ ഒരു കാര്യം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാനൊരു എക്സ്പ്ലനേഷനായിട്ട് പറഞ്ഞതാണ്, ഞാൻ അതിനോട് അനുകൂലിക്കുന്നതല്ല. അങ്ങനെയെങ്കിൽ പിന്നെ നിയമത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്കീമാണ് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. തീർച്ചയായും. അപ്പോൾ അതിലേക്ക് കൂടുതൽ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് മറികടക്കാൻ കഴിയുന്നത്. എക്സാക്ട്ലി 500 കോടി രൂപയാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. വെറും 500 കോടി രൂപ മാത്രമാണ്. അത് മാത്രമല്ല, അവിടെയും ഫിനാൻസ് മിനിസ്റ്റർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അസറ്റ് ക്രിയേഷന് വേണ്ടി ഇത്തവണ കൂടുതലായിട്ട് എംഫസിസ് കൊടുക്കുക. അങ്ങനെ അസറ്റ് ക്രിയേഷനാണ് എംഫസിസ് എങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിലേക്ക് വരണം, കൂടുതൽ എക്സ്പെൻഡിച്ചർ അങ്ങനെ ഉണ്ടായിട്ടില്ല. അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു എന്നേ ഞാൻ പറയൂ. ഗവൺമെന്റ് ഈ സബ്സിഡി നമ്മൾ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ. പെട്രോളിയത്തിന്റെ സബ്സിഡി 27,000 കോടിയിൽ നിന്ന് 25,000 കോടി രൂപ ആക്കുമെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം പെട്രോളിയം പ്രൈസസ് കൂടാൻ പോവുകയാണ്, സബ്സിഡി കുറയ്ക്കുക. ഇന്ന് തന്നെ നമുക്കറിയാം LPG-യുടെ പ്രൈസസ് കൂടി. പക്ഷേ അത് നല്ല സ്കീമാണ് ഇക്കണോമിക്കലി പറയുമ്പോൾ. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ, മെജോറിറ്റി പോപ്പുലേഷൻ നോക്കുമ്പോൾ ഈ സബ്സിഡി കൂടെ. അടുത്തൊരു സബ്സിഡി നോക്കും, ഫെർട്ടിലൈസർ സബ്സിഡി 70,000 കോടി തന്നെ നിലനിർത്തുക. ഈ ഫെർട്ടിലൈസർ സബ്സിഡി കൂട്ടിക്കൊടുത്തുകൊണ്ട് കാർഷിക ഇൻപുട്ട് എന്നുള്ള ഫെർട്ടിലൈസർ കൂടുതലായിട്ട് ആൾക്കാർക്ക് ചീപ്പായിട്ട് എത്തുകയാണ് ചെയ്യേണ്ടത്. ആ ഫെർട്ടിലൈസർ സബ്സിഡി 70,000 തന്നെ നിർത്തുകയാണ്. ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഫുഡ് സബ്സിഡി എന്ന് പറയുന്നത് 10,000 കോടി കൂട്ടുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റിനേക്കാളും റിവൈസ്ഡ് ബഡ്ജറ്റിനേക്കാളും ഇപ്പോഴത്തെ എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ് 10,000 കോടി കൂട്ടും. അത് നല്ലൊരു പോളിസിയാണ്, കൂടുതലായിട്ട് ഫുഡ് സബ്സിഡി. പക്ഷേ ഫുഡ് സബ്സിഡി കൊടുത്തതുകൊണ്ട് ഈ ഫുഡ് ഇപ്പോൾ പ്രൈസ് കുറഞ്ഞു വരുന്ന സമയമാണ്. അപ്പോൾ കൂടുതലായിട്ട് ഡിമാൻഡ് ഉണ്ടാകുമെന്നോ ആൾക്കാർ വാങ്ങിക്കുമെന്നോ കരുതാൻ കഴിയില്ല. അപ്പോൾ സബ്സിഡിയിലും ഒരു ലോങ് റൺ വിഷൻ ഇല്ലാതെയാണ് ഈ നയം നടപ്പിലാക്കിയത്. ശ്രീ കൊടുക്കുന്നൂർ സുരേഷ്, കേരളത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ഈ ബജറ്റ് നൽകുന്ന സന്ദേശം? കേരളത്തിന് ഈ ബഡ്ജറ്റ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന സന്ദേശം. ഇവിടെ AMSൻ്റെ കാര്യം ശ്രീ പത്മകുമാർ, എൻ്റെ പ്രിയ സുഹൃത്ത് പത്മകുമാർ പറഞ്ഞു. AMSൻ്റെ കാര്യത്തിൽ ആദ്യം കഴിഞ്ഞ ഗവൺമെൻറ് 3 സ്ഥലങ്ങൾ കൊടുത്തു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ കഴിഞ്ഞ MP-മാരുടെ കോൺഫറൻസിൽ ഞങ്ങൾ ഈ കാര്യം ചോദിച്ചു, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ MP-മാരുടെ കോൺഫറൻസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് കോഴിക്കോട് AMS കോഴിക്കോട് സ്ഥാപിക്കണമെന്ന നിർദ്ദേശം അല്ലെങ്കിൽ ആവശ്യം കേന്ദ്ര മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 3 സ്ഥലങ്ങൾ നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ ഒരേ ഒരു സ്ഥലം മാത്രമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്, അത് കോഴിക്കോടാണ്. അത് കഴിഞ്ഞ MP-മാരുടെ കോൺഫറൻസിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ 3 സ്ഥലങ്ങൾ നിർദ്ദേശിച്ചതിന് പകരം ഒരു സ്ഥലം തന്നെ കൊടുത്തു. നേരത്തെ കേന്ദ്രമന്ത്രി നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലം പറയാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു സ്ഥലം തന്നെ പറഞ്ഞു, കോഴിക്കോടാണ് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ AMS നമുക്ക് കിട്ടിയില്ല. പിന്നെ ഇവിടെ റബ്ബറിൻ്റെ വിലയിടിവ് നമുക്കിവിടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ആ റബ്ബർ കർഷകരെ സംരക്ഷിക്കുന്നതിന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല.
അതുപോലെ നെൽകൃഷിക്കുമായി ബന്ധപ്പെട്ട ഒരു നടപടി ഉണ്ടായിട്ടില്ല. കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ ബഡ്ജറ്റ് കേരളത്തിന് ഒരു ഗുണവും ചെയ്യാത്ത ബഡ്ജറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും. ശ്രീ തോമസ് ഐസക് പറഞ്ഞത് 100% ഞാനോട് യോജിക്കുന്നു. കേരളത്തിന് ഗുണം ചെയ്യുന്ന യാതൊരു നടപടിയും ഈ ബഡ്ജറ്റിൽ വന്നിട്ടില്ല എന്നുള്ളത്. അത് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, പറഞ്ഞാൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. കേരളത്തിന് അർഹതപ്പെട്ട ബഡ്ജറ്റ് വിഹിതം നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ എല്ലാ ബഡ്ജറ്റിലും നമുക്ക് ലഭിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന അലോക്കേഷൻ അത് എല്ലാ വർഷവും കിട്ടുന്നത് മാത്രം കിട്ടിയെന്നല്ലാതെ ഇന്ന് കേരളം നേരിടുന്ന പ്രത്യേക സാഹചര്യങ്ങൾ, അപ്പോൾ രൂക്ഷമായ വരൾച്ച കേരളം നേരിടുകയാണ്. ഈ വരൾച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കാനുള്ള കേന്ദ്രത്തിൻ്റെ സഹായം ഈ ബഡ്ജറ്റിൽ വന്നിട്ടില്ല. വരൾച്ച ബാധിത സംസ്ഥാനങ്ങളെ എങ്ങനെ സഹായിക്കും? അതിൽ കേരളം ഇന്ന് 1ാം സ്ഥാനത്താണ് വരൾച്ചയിൽ. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇങ്ങനെയുള്ള ഓരോരോ നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം തകർച്ചയിലാണ്. അതുപോലെ മത്സ്യത്തൊഴിലാളി മേഖല തകർച്ചയിലാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും കേരളത്തിനൊരു പ്രത്യേകമായ സഹായം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ വിവിധ മന്ത്രിമാരും ഒക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ സന്ദർശിച്ച് നിവേദനങ്ങൾ സമർപ്പിച്ചതാണ്. അതിനൊന്നും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിന് പ്രത്യേകമായ യാതൊരു നേട്ടവും ഈ ബഡ്ജറ്റ് ഉണ്ടായിട്ടില്ല. ശരി, ശ്രീ ജി ആർ പത്മകുമാർ, ഇപ്പോൾ വരൾച്ചയുടെ കാര്യം പറഞ്ഞു. ഇവിടെ നിങ്ങൾ പോലും അതിനെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ജലസുരക്ഷ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവുമായി മുന്നിട്ടിറങ്ങുകയാണ്. ഇപ്പം മൺസൂണിൻ്റെ കാര്യത്തിൽ അത് ബജറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒന്നല്ലല്ലോ ഇന്ത്യയിലെ മൺസൂണിൻ്റെ മുഴുവൻ ഗുണങ്ങളും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വിള വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി നാം നിൽക്കുന്നു കേന്ദ്ര സർക്കാർ. പക്ഷേ വരൾച്ച എന്ന് പറയുന്നതിന് ആശ്വാസം നൽകാനുള്ള ഒരു സാമ്പത്തിക പദ്ധതിയിലേക്ക് പോകുന്നുമില്ല. അത് ശരിയായൊരു സമീപനമാണ്. അല്ല, ഇതിൽ 1-2 കാര്യങ്ങൾ പറയാൻ സമയം തരണം. ഒന്ന്, ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ഈ വില സ്ഥിരതാ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടർന്ന് വരുന്നുണ്ട്. അതിപ്പോൾ പ്രഖ്യാപിക്കുന്നത് കാരണം അത് തുടർന്ന് വരുന്നൊരു പദ്ധതിയാണ്. 2, ഫൈസൽ ബീമാ യോജന എന്ന് പറഞ്ഞുകൊണ്ട് വിള ഇൻഷുറൻസ് കാർഷിക നഷ്ടമുണ്ടായാൽ അതിന് സഹായിക്കുന്നതിനൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ. അത് മുമ്പ് 50% നഷ്ടപ്പെട്ടാൽ മാത്രമേ കിട്ടുള്ളായിരുന്നു. ഇപ്പം 33% നഷ്ടപ്പെട്ടാൽ തന്നെ 1.5 ഇരട്ടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ ഐറ്റം എക്കൽ കൊണ്ട് നിറഞ്ഞാൽ, വെള്ളം വന്നാൽ, കന്നുകാലികൾ വന്നാൽ, പശുക്കൾ നഷ്ടപ്പെട്ടാൽ ഓരോന്നിനും വിളകളെ സംബന്ധിച്ച് വെറ്റില ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഓരോന്നുമായി ബന്ധപ്പെട്ട് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ഇരട്ടി നേരത്തെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാർഷിക മേഖലയിൽ ഒത്തിരി പദ്ധതികൾ പ്രഖ്യാപിച്ചു. നിങ്ങൾ താങ്കൾ ചോദിച്ചത് തന്നെ ഇറിഗേഷൻ കഴിഞ്ഞ 20,000 കോടി രൂപയായിരുന്നെങ്കിൽ ഇപ്പം 40,000 കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് ഇതിന് മാത്രം വന്നിട്ടുണ്ട്. അതുപോലെ 10 ലക്ഷം കോടി രൂപ ക്രെഡിറ്റ് ഫോമേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 8.5 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 10 ലക്ഷം കോടി രൂപ ക്രെഡിറ്റ് ഫോമേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടി ബാങ്കുകൾക്ക് കാർഷിക വായ്പ എന്നതിൽ ലക്ഷ്യമാണ്. അതിൽ നമ്മൾ ആലോചിക്കാനുള്ളത് അതിൽ ഗവൺമെന്റിന്റെ സാധാരണ ശ്രീ കൊടിക്കുന്നിൽ അല്ല, അത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കണക്കാണ് പത്മകുമാർ പറയുന്നത്. വേണുവിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ